everyone, welcome to Qubit SSC and RRB YouTube channel. അപ്പോൾ നമ്മുടെ ജോഗ്രഫിയുടെ തേർഡ് സെക്ഷനിലാണ് ഇന്ന് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയർ തുടങ്ങിയ ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പഠിക്കാം. ലാറ്റിറ്റ്യൂഡ് അഥവാ ഫ്ലാറ്റിറ്റ്യൂഡ് എന്ന് പഠിച്ചാൽ മതി. അതായത് നമ്മുടെ എർത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈൻസിനാണ് എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്നവരും ഷ്രിങ്ക് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇക്വേറ്റർ വഴി നമ്മൾ നമ്മുടെ ഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറയാം. നോർത്തേൺ ഹെമിസ്ഫിയറും പിന്നെ സതേൺ ഹെമിസ്ഫിയറും. ഓക്കെ, 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നോർത്തിന് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും സൗത്തിനെ 23.5 ഡിഗ്രി സൗത്തിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നുമാണ് പറയുക. 66 ഡിഗ്രി നോർത്തിന് നമ്മൾ ആർട്ടിക് സർക്കിൾ എന്നും 66 ഡിഗ്രി നമ്മൾ സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്നും പറയുന്നു. നമുക്ക് എന്താ ഒന്നുകൂടെ പഠിക്കാം. ലാറ്റിറ്റ്യൂഡ്. On the globe of the earth, lines of latitude are circles of different sizes. നമ്മളെ ഭൂമിയിൽ ഡിഫറെൻറ്റ് സൈസസിലുള്ള സർക്കിൾസ് ആണ്. അതിൽ ഏറ്റവും വലിയ സർക്കിളാണ് ആരെന്ന് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിങ്ങനെ സ്ട്രെങ് ചെയ്തിട്ട് പോൾ വരെ ഒരു പോയിന്റിലേക്ക് പോകുന്നതാണ് പറയാം. The longest is the equator whose latitude is 0 degree. While at the pole at latitude 90 degree north and 90 degree south, the circle shrink to a point. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് ലോഞ്ചിറ്റ്യൂഡ്. ലൈൻസ് ഓഫ് കോൺസ്റ്റന്റ് ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ഫ്രം പോൾ ടു പോൾ. ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആരെ വരയ്ക്കുക, നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുക. എവറി മെറിഡിയൻ മസ്റ്റ് ക്രോസ് ദി ഇക്വേറ്റർ. എല്ലാ ലോഞ്ചിറ്റ്യൂഡ് എന്തായിരിക്കണം, ഇക്വേറ്റർ ക്രോസ് ചെയ്യണം, ഇക്വേറ്ററിന് പാരലൽ ആയിരിക്കണം. ദ ലോഞ്ചിറ്റ്യൂഡ് പാസിംഗ് ദി ഓൾഡ് റോയൽ astronomical observatory in Greenwich, England is the one chosen as zero longitude. അതായത് റോയൽ ആംസ്ട്രോൺ ഒബ്സർവേറ്ററി വഴി പാസ് ചെയ്യുന്ന ഗ്രീൻവിച്ചിൽ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് വഴി പാസ് ചെയ്യുന്ന ലൈനിനാണ് നമ്മൾ എന്ത് പറയുക, സീറോ ലോഞ്ചിറ്റ്യൂഡിലെ പ്രൈം മെറിഡിയൻ എന്ന് പറയാം. ഇതാണ് എന്ത്, പ്രൈം മെറിഡിയൻ. അത് ഇപ്പോഴെന്താണ്, ഒരു പബ്ലിക് മ്യൂസിയം ആണ്. ലണ്ടൻ, ബ്രിട്ടീഷ് ക്യാപിറ്റലായ ലണ്ടൻ്റെ ഈസ്റ്റേൺ എഡ്ജിലാണ്. അടുത്ത നമുക്ക് ഓരോന്നും പാസ് ചെയ്യുന്ന രാജ്യങ്ങളെ കുറിച്ച് നോക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ 23.5 ഡിഗ്രി നോർത്ത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി സൗത്ത്. പിന്നെ ഇക്വേറ്റർ 0 ഡിഗ്രി. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇക്വേറ്ററും പാസ് ചെയ്യുന്ന ഒരേ ഒരു കോണ്ടിനെൻ്റ് ഏതാണ്, ആഫ്രിക്കയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതിലൂടെയാ തായ്വാൻ, ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ്, ഇന്ത്യ, ഒമാൻ, UAE, സൗദി അറേബ്യ, ഈജിപ്ത്, ലിബിയ, നിഗർ, അൾജീരിയ, മാലി, മൗറീഷ്യ, സൗത്ത് സഹാറ, ബമാസ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ആര് പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ ചിലി, അർജന്റീന, പെരഗ്വേ, ബ്രസീൽ, നമീബിയ, ബോട്സ്വാന, സൗത്ത് ആഫ്രിക്ക, മൊസാംബിക്കു, മെഡഗാസ്കർ, ഓസ്ട്രേലിയ, ഫ്രഞ്ച് പൊളീഷ്യ, ഫിജി, ടോങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ആര് പോകുന്നു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പോകുന്നു. ഇക്വേറ്റർ ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പി, ഗാബോൺ, കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ, സൊമാലിയ, മാലിദ്വീപ്സ്, ഇന്തോനേഷ്യ, കിരിബാറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ആര് പോകുന്നത്, ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ഏത് പാസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നിട്ട് പാസ് ചെയ്യുന്ന സ്ഥലമോ പാസ് ചെയ്യാത്ത സ്ഥലമോ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് പോലെ ഓർത്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പെരിഹീലിയൻ, അപ്ഹീലിയൻ, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ് തുടങ്ങിയവയുള്ള ഡേറ്റ്സ് ആണ്. എന്താണ് പെരിഹീലിയൻ? നമ്മുടെ ഭൂമിയും സണ്ണുമായിട്ടുള്ള
മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, പെരിഹീലിയൻ എന്ന് പറയാം. അപ്ഹീലിയൻ എന്ന് പറഞ്ഞാലോ മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ പെരിഹീലിയൻ സംഭവിക്കുന്ന ഡേറ്റ് ആണ് 3rd January, അപ്ഹീലിയൻ 4th July. സമ്മർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ സൂര്യന് നേരെ എതിർവശത്ത് വരികയും സൂര്യപ്രകാശം നേരെ അവിടെ വന്നിട്ട് പതിക്കുകയും നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, സമ്മർ സോൾസ്റ്റിസ്. അതെന്താണ്, ജൂൺ 21. ആ സമയം എന്തായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ട് ഡേ ആയിരിക്കും. വിന്റർ സോൾസ്റ്റിസ് നേരെ തിരിച്ച് എന്തായിരിക്കും, 23.5 ഡിഗ്രി സൗത്ത് അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും എന്ത് വരിക, സൂര്യപ്രകാശം വന്ന് പതിക്കുക. അതെന്താണ്, ഡിസംബർ 22. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയർ ആണ്. എന്താ അറ്റ്മോസ്ഫിയർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അന്തരീക്ഷം. ദ എൻവലപ്പ് ഓഫ് എയർ ദാറ്റ് കംപ്ലീറ്റ്ലി സറൗണ്ട്സ് ദ എർത്ത് ഇസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ അഥവാ 78% ഓഫ് നൈട്രജനും പിന്നെ ഓക്സിജൻ 20.94% ആരാണുള്ളത്, ഓക്സിജൻ ആണ്. പിന്നെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ചെറിയ എമൗണ്ടിലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി, ഏകദേശം 0.04% ആരുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. വാട്ടർ വേപ്പർ ഈസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്താണ്, വാട്ടർ വേപ്പേഴ്സ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഇനി ലെയേഴ്സ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് 5 ലെയേഴ്സ് ആണുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. നമുക്കിനി ഇതൊന്ന് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് എന്ത്, ഫസ്റ്റ് ലെയർ. 90% ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഉള്ളതും എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതോടെ എന്താണ്, അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ ടെമ്പറേച്ചർ കുറച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്താ പറയുക, ട്രോപ്പോപോസ് എന്ന് പറയുക. നമ്മുടെ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ ഇത് ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ നമ്മുടെ പോളിൽ നിന്ന് 8 കിലോമീറ്ററും നമ്മുടെ ഇക്വേറ്ററുള്ള പോർഷനിൽ നിന്ന് ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് 18 കിലോമീറ്ററും ദൂരത്താണ് ആരുള്ളത്, ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രോപ്പോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ ആണ്. ഏകദേശം 50 കിലോമീറ്റേഴ്സ് വരെയാണ് ആരുള്ളത്, സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ഓസോൺ പ്രസന്റ് ചെയ്യുന്നത് എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. കൂടാതെ നമ്മുടെ ജെറ്റൊക്കെ സ്ട്രീം ചെയ്യുന്നത് ഇതിലൂടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. സ്ട്രാറ്റോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ ടെമ്പറേച്ചർ നിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രാറ്റോപോസ് എന്ന് പറയുക. മീസോപോസ് തുടങ്ങുന്നതും സ്ട്രാറ്റോപോസ് അവസാനിക്കുന്നതും, അതായത് സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തമ്മിലുള്ള ഒരു ബൗണ്ടറി പോലെ നമുക്ക് ആരെ പറയാം, സ്ട്രാറ്റോപോസിനെ പറയാം. അതുപോലെ തന്നെയാണ് മീസോസ്ഫിയറിൽ 80 കിലോമീറ്ററാണ് ചുറ്റളവുള്ളത്. അതുപോലെ തന്നെ മീസോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീസോസ്ഫിയറിൽ നിന്നും തെർമോസ്ഫിയറിലേക്കുള്ള ബൗണ്ടറിനാണ് ആര് പറയുക, മീസോപോസ് എന്ന് പറയുക. മീസോസ്ഫിയർ ഏകദേശം 80 കിലോമീറ്റർ വരെയാണ് നീണ്ടു കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത് നമുക്ക് പറയാനുള്ളത് തെർമോസ്ഫിയർ. അബ്സോർബ്സ് ദ എക്സ്റേ ആൻഡ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഈ തെർമോസ്ഫിയറിൽ എന്താണ്, നമ്മൾ എക്സ്റേസും അൾട്രാ വയലറ്റ് റേഡിയേഷനും അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, തെർമോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാണ്, തെർമോസ്ഫിയറിലാണ്. ഈ എക്സ്റേസും അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള അയൺസ് ഉണ്ടാവും. അയൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നു, അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതാണ് അയണോസ്ഫിയറിന് വേറൊരു പേരുള്ളത്, തെർമോസ്ഫിയറിനാണ്. അടുത്തത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. റേഡിയോ വേവ്സ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ എന്താണ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ആരുപയോഗിക്കുന്നു, തെർമോസ്ഫിയർ. ഇത്രയും ചൂടുള്ളതിനാൽ സ്പേസിൽ നിന്ന് വരുന്ന മെറ്റിയോസും ഓബ്സെറ്റ്സും, അതായത് നമ്മുടെ ഉൽക്കകൾ, കുള്ളൻ ഇതൊക്കെ എന്താണ്, തെർമോസ്ഫിയറിലെത്തുമ്പോഴേക്കും കത്തി നശിച്ചു പോകും. അങ്ങനെ നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ആരാണ്, തെർമോസ്ഫിയർ ആണ്. അടുത്ത നമുക്ക് എന്താ പഠിക്കാനുള്ളത്, എക്സോസ്ഫിയർ.
ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറാണ് ആരെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദിസ് ലെയർ കണ്ടെയ്ൻസ് ഓൺലി ട്രേസസ് ഓഫ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ ആൻഡ് ഹീലിയം. ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ദ ഗ്രാവിറ്റി അലൗസ് ദ ഗ്യാസ് മോളിക്യൂൾസ് ടു എസ്കേപ്പ് ഈസിലി ഇൻ ടു സ്പേസ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്താവും? പെട്ടെന്ന് തന്നെ എന്താവും? നമ്മുടെ ഗ്രാവിറ്റിൻ്റെ കുറവ് കൊണ്ട് സ്പേസിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് പോകും. നമ്മുടെ എക്സോസ്ഫിയർ ഏകദേശം 916 കിലോമീറ്റർ വരെയാണുള്ളത്. നമ്മുടെ തെർമോസ്ഫിയർ ആണെങ്കിൽ 513 കിലോമീറ്റർ ആണ്. ഓക്കെ ആണോ? നമുക്കിതൊക്കെ തന്നെയാണ് നമ്മുടെ ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിന് ശേഷം നമുക്ക് എന്താ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. നമുക്കിത് ഒന്നുകൂടെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആയിട്ട് പോകുന്നതാണ് ആരെന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് അഥവാ ഭൂമധ്യരേഖ, ഇക്വേറ്റർ. പിന്നെ ആരാണുള്ളത്? ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 23.5 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും 23.5 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. പിന്നെ ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത്, അന്റാർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി സൗത്ത്. നോർത്ത് പോളും സൗത്ത് പോളും 90 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ നോർത്ത് പോളും, 90 ഡിഗ്രി സൗത്ത് പോളും. പിന്നെന്താണ്? പ്രൈം മെറിഡിയൻ. നമ്മൾ പറഞ്ഞു പ്രൈം മെറിഡിയൻ എന്താന്ന് പറഞ്ഞു. പിന്നെ ഇക്വേറ്റർ വഴി നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറുമായിട്ട് ഭൂമി രണ്ടായിട്ട് ഭാഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പോൾസ് 90 ഡിഗ്രി എന്താണ്? സ്ട്രിങ്ക് ചെയ്ത് വരികയാണ്. ഇക്വേറ്ററിൽ നിന്നും പോളിലേക്ക് എങ്ങനെയാണ്? സ്ട്രിങ്ക് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ദ ലോഞ്ചിറ്റ്യൂഡ് പാസിംഗ് ദി ഓൾഡ് റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഇൻ ഗ്രീൻവിച്ച്, ഇംഗ്ലണ്ട്, ഇസ് വൺ ചൂസൺ ആസ് സീറോ ലോഞ്ചിറ്റ്യൂഡ്, ലൊക്കേറ്റഡ് അറ്റ് ദി ഈസ്റ്റേൺ എഡ്ജ് ഓഫ് ലണ്ടൻ, ദ ബ്രിട്ടീഷ് ക്യാപിറ്റലായ ലണ്ടനിൽ ഈസ്റ്റേൺ പോർഷനിലുള്ള സീറോ ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഗ്രീൻവിച്ചിലുള്ള ലൈനിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം മെറിഡിയൻ എന്ന് പറയുക. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്റർ എന്നിവ പോകുന്ന എന്ത് പറഞ്ഞു? നമ്മൾ എല്ലാ രാജ്യങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. പെരിഹീലിയൻ, അതായത് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനാണെന്ന് പറയാ പെരിഹീലിയൻ. അതെന്താണ് ഉണ്ടാവുക? 3rd ജാനുവരി. അപ്ഹീലിയൻ ആണെങ്കിലോ മാക്സിമം ഡിസ്റ്റൻസ് ആണ് അപ്ഹീലിയൻ. അതെന്താ ഉണ്ടാവുക? 4th ജൂലൈ. സമ്മർ സോൾസ്റ്റിസ്, അതായത് നമ്മുടെ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൂര്യൻ പതിക്കുകയും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? ജൂൺ 21. വിന്റർ സോൾസ്റ്റിസ് ആണെങ്കിലോ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൂര്യൻ അഥവാ നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ സൂര്യപ്രകാശം തട്ടുകയും സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ഉണ്ടാവുകയും ചെയ്യുന്നതാണെന്ന് ഡിസംബർ 22. അടുത്തത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞു. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനും ഓക്സിജനുമാണെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ് ആരെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ഏകദേശം നമ്മുടെ പോളിൽ നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്ററും നമ്മുടെ ഇക്വേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്ററും ഉള്ളിലാണുള്ളത്. ട്രോപ്പോപോസ് അഥവാ ഈ ടെമ്പറേച്ചർ ഇങ്ങനെയാ കുറഞ്ഞു വരിക, അത് കുറച്ച് നിൽക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ പറയുക ട്രോപ്പോപോസ് അഥവാ സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇടയിലുള്ള ബൗണ്ടറി. സെക്കൻഡ് ലെയർ ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് പോകുന്നത് വഴിയിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീസോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിലുള്ള ബൗണ്ടറി എന്ത് പറയുന്നു? സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നു. 80 കിലോമീറ്റർ. സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റേഴ്സ് വരെയാണ്. 50 കിലോമീറ്റേഴ്സ്. മീസോസ്ഫിയർ എന്ന് പറഞ്ഞാലോ 80 കിലോമീറ്റർ ചുറ്റളവിലാണ്. മീസോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയറും തെർമോസ്ഫിയറും തമ്മിലുള്ള ബൗണ്ടറിയാണ്. അടുത്തത് തെർമോസ്ഫിയർ.
അബ്സോർബ് ദി എക്സ്റേ ആൻഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ ചൂട് കൂടുതലാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അയോൺസ് ഉണ്ടാകുന്നതുകൊണ്ട് അതിന് അയോണോസ്ഫിയർ എന്ന് പറയുന്നു. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് നടക്കുന്നത്? തെർമോസ്ഫിയറിലാണ്. നമ്മളെ മെറ്റീരിയൽസ് നിന്നും ഒബ്സൊലേറ്റ്സ് നിന്നും ഒക്കെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? തെർമോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആരെന്ന് പറയുന്നത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഗ്യാസസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ ലാക്ക് ഓഫ് ഗ്രാവിറ്റിയുടെ കുറവ് മൂലം രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് പറഞ്ഞത്. സ്പേസിലേക്ക് രക്ഷപ്പെടുന്നു. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Which of the following parallel of latitude represent the Tropic of Capricorn? Tropic of Capricorn എത്രയാണ് നമ്മൾ പറഞ്ഞു? 23.5 ഡിഗ്രി ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് ആര്? Tropic of Capricorn. The Ganga Brahmaputra basin lies between dash latitude. ഏത് ലാറ്റിറ്റ്യൂഡിന് ഇടയിലാണ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ ഉള്ളത്? 10 ഡിഗ്രി നോർത്ത് മുതൽ 30 ഡിഗ്രി നോർത്ത് വരെയാണ്. ഇത് പഠിച്ചിരിക്കുക. Which latitude has been selected as the meridian of India? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ എങ്ങനെയാ നോക്കുക? 82.5 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് എന്ത്? IST അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇത് മിർസാപൂർ ഉത്തർപ്രദേശിലെ മിർസാപൂർ വഴിയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ IST അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ടുള്ള 82.5 ഡിഗ്രി 30 മിനിറ്റ് പോകുന്നത്. The 90 degree east meridian does not pass through. ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് മേഘാലയ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, സിക്കിം ആയിരുന്നു. അത് പാസ് ചെയ്യാത്തത് ഏതാണ്? സിക്കിമാണ്. എപ്പോൾ ഇതിലൂടെയൊക്കെ പാസ് ചെയ്യുന്നു? മേഘാലയ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയിലൂടെ ആര് പാസ് ചെയ്യുന്നു? 90 ഡിഗ്രി ഈസ്റ്റ് മെറിഡിയൻ. 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്ര കിലോമീറ്ററിന് ഈക്വൽ ആണ്? 1 കിലോമീറ്ററിന് ഈക്വൽ ആണ്. Through which of the following state does the Tropic of Cancer run? നമ്മുടെ Tropic of Cancer അതായത് എത്രയാ? 23.5 ഡിഗ്രി നോർത്ത്. Tropic of Cancer എത്ര സംസ്ഥാനങ്ങളിലൂടെ പോകുന്നു ഇന്ത്യയിൽ? 8 സംസ്ഥാനങ്ങൾ. അത് ഓപ്ഷനിൽ അന്ന് ഉണ്ടായിരുന്നത് മിസോറാമാണ്. നമുക്ക് ആ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം. ആ 8 സംസ്ഥാനങ്ങൾ: രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം, ജാർഖണ്ഡ് എന്നിവയ്ക്കാണ്. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. ഇതൊക്കെയാണ് ആര്? നമ്മുടെ 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. All parallel circles from the equator to the poles are known as. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. All parallel circles from the equator to the north pole are known as parallel of latitude. When does the entire earth experience equal day and night? Equal day night അതായത് നമ്മുടെ ഭൂമധ്യരേഖയിൽ സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് എന്തുണ്ടാവുക? 2 ഹെമിസ്ഫിയറിനും ഈക്വൽ ഡേ ഉണ്ടാവുക. അത്രയും ഡേ അത് എന്നൊക്കെയാണ്? അതിന് പറയുന്ന പേരാണ് ഇക്വിനോക്സ്. അതെന്നാണ്? 23 സെപ്റ്റംബർ. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ്, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ is present in the atmosphere? നമ്മൾ പറഞ്ഞു 20.94 21%. Which layer of atmosphere helps in radio transmission? നമ്മൾ പറഞ്ഞു thermosphere ആണ്. In which of the following state occurs maximum rainfall? എവിടെയാണ്? SM. What is the average temperature of Chennai in cold season? 24 degree to 25 degree Celsius ആണ്. People of dash have hardly any idea of extreme of temperature and the seasons of
റിതം ഓഫ് വെതർ, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവർക്ക് വലിയമായി ബാധിക്കാത്ത ഒരു സ്ഥലം ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇൻഡോർ, ജയ്സൽമീർ, മുംബൈ, പിന്നെ മറ്റൊരു സ്ഥലവും കൂടെ ആയിരുന്നു. അതിൽ മുംബൈ ആയിരുന്നു. കാരണം എന്താ, മുംബൈ ഒരു സീ സൈഡിലുള്ളതായതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അധികം ടെമ്പറേച്ചർ ഡിഫറൻസോ കാലാവസ്ഥ വ്യതിയാനങ്ങളോ അറിയില്ല എന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ വിച്ച് ടൈപ്പ് ഓഫ് വെതർ ആണ്? ജൂൺ ടു സെപ്റ്റംബർ നമുക്ക് എല്ലാവർക്കും അറിയാം, മൺസൂൺ. അറ്റ് വാട്ട് ഹൈറ്റ് ടു ദ ജെറ്റ് സ്ട്രീംസ് ഫ്ലോ ഇൻ ഇന്ത്യ ഡ്യൂറിങ് വിന്റർ മന്ത്സ്? വിന്റർ മന്ത്സിൽ ജെറ്റ് എത്ര ദൂരെയാണ് പോവുക? 9 to 13 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഷീൽഡ്സ് ദ സർഫസ് ഓഫ് എർത്ത് ഫ്രം അൾട്രാവയലറ്റ്? അൾട്രാവയലറ്റ് നിരീക്ഷിക്കുന്ന ആരാണ്? ഓസോൺ പാളിയാണ്. ഓസോൺ പാളി എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. വിച്ച് സൈക്കിൾ ഷോസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ? ഹൈഡ്രോളജിക്കൽ cycle. Which two gases are having the highest percentage of the earth atmosphere? ഏതൊക്കെ ഗ്യാസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്? നൈട്രജൻ ആൻഡ് ഓക്സിജൻ. The dash lies above the mesopause and is a region in which temperature increases with height. Temperature ഹൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന mesopause കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഏതാണ്? തെർമോസ്ഫിയർ ആണ്. What is the approximate percentage contribution of argon? Argon ഏകദേശം 0.94% അടുത്താണുള്ളത്. So 1%. The center of a cyclone എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിൻ്റെ സെൻറ്ററിനെ, അതായത് കാം ഏരിയയിലുള്ള ചുഴലിക്കാറ്റിൻ്റെ സെൻറ്ററിനെ is called dash of the storm, അഥവാ ഐ എന്നാണ് പറയാം. എന്താണ്? ഐ എന്നാണ് പറയാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ പറയാം. Which of the following parallel latitude represent the Tropic of Capricorn? 23.5 degree. The Ganga Brahmaputra basin lies in the 10 degree and 13 degree north. Which latitude has been selected as the standard meridian of India? 82.5 degree 30 minute ആണ്. The 90 degree east meridian does not pass through Sikkim and it passes through Meghalaya, Bhutan and Bangladesh. 1 degree latitude is equal to approximately 111 kilometer. ഒന്ന് ആലോചിച്ചൊക്കെ എളുപ്പമല്ലേ? 111 kilometer. Through which of the following state does the Tropic of Cancer run? ഏതൊക്കെയാണ്? മിസോറാം, രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. All parallel circles from the equator, parallel of latitude. When does the entire Earth experience equal day and night? എന്തൊക്കെയാണ്? ഡേ ഓഫ് ഇക്വിനോക്സ്, അഥവാ 20 മാർച്ചും 23 സെപ്റ്റംബറും. How much percentage of oxygen എത്രയാണ്? 21%. Which layer of atmosphere helps in radio transmission? ഹെൽപ്പ് ചെയ്യുന്നത് തെർമോസ്ഫിയർ. Which of the following state occurs maximum rainfall? Assam. What is the average temperature of Chennai in cold season? 24 ഡിഗ്രിയും 25 ഡിഗ്രി സെൽഷ്യസുമാണ്. In India from June to September which type of weather occur? Monsoon. Jet stream ചെയ്യുന്നത് winter seasonൽ jet stream ചെയ്യുന്നത് 9 to 13 kilometer. Which of the following gas shield of the surface earth from ultraviolet protect ചെയ്യുന്ന ആരാണ്? Ozone. Which cycle shows the movement of water? Hydrological cycle. പിന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്യാസ് നൈട്രജനും ഓക്സിജനും. മീസോപോസിന് മുകളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലമാണ് ആര്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി എത്ര ആർഗൺ ഉണ്ടാവും? 1%. കാം ഏരിയയിലുള്ള സൈക്ലോണിന് നമ്മൾ എന്ത് പറയുന്നു? ഐ. സെൻറ്ററിന് എന്ത് പറയുന്നു? ഐ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അറ്റ്മോസ്ഫിയർ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.